എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും വീണ്ടും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ എന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപലയുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ പാട്ടിൻ്റെ ഇടയിൽ നിന്ന് തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി സനിപമ പാസ, വെസ്റ്റേൺ വയലിൻ 1 2 സനിപമ സനിപമ പാസ പാസാനി, ചെറുപ്പക്കാരി സനിപമ പാസ പാസാനി. 1 2 3. ആ പാസാനി എന്നുള്ളത് പാസാനി അത് ബേസിലാണ്. ഈ ഫ്ലൂട്ടിൽ അങ്ങനെ ബേസ് കിട്ടില്ല, മുകളിലത്തെ റേഞ്ച് ആയതുകൊണ്ട്. 1 2 ഇത്രയും വയലിൻ വെസ്റ്റേൺ വയലിൻ വായിക്കും. 1 2 3. അപ്പോൾ സനിപമ പാസ എന്ന് വായിക്കുമ്പോൾ പാസ പാസാന്ന് 1 2 പാസാന്ന് ഫ്ലൂട്ട് വായിക്കും. സനിപമ പാസ അങ്ങനെ ഫ്ലൂട്ട് വായിക്കും. സനിപമ പാസ, പിന്നെ പാസാനി എന്ന് വയലിൻ കഴിഞ്ഞിട്ട് ഫ്ലൂട്ടിൽ ഗപദ സാരി ഗരി സദാ പ ഗപദ സാരി ഗരി സദാ ഗപദ സാ ഗപദ സാ രിഗരി സദാ പ ഗപദ സാരി ഗരി സദാ. താളത്തിൽ വരുമ്പോ ഗപദ സാരി ഗരി സദാ പ ഗപദ സാരി ഗരി സദാ. രിഗരി സദാ പ, അവിടെ രിഗരി സദനിത പ ഒരു ടച്ച് വരും. ഗപദ സാ രിഗരി സദനിത പ ഗപദ സാ രിഗരി സദനിത പദ ധനിത പദ, അവിടെ രിഗരി സദനിത പദ അങ്ങനെ വരും. ഇത് രണ്ടുപേരിലെ സമശ്രുതിയുള്ള ഫ്ലൂട്ടിലാണ് വായിച്ചിരിക്കുന്നത്, അപ്പോൾ കട്ടിങ് വരില്ല. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് വയലിനും വരും. അവിടെ അന്തരഗാന്ധാരാണ്, വലിയ ഗ. ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ ഇവിടെ ഹാഫ് നോട്ട് വരും. ഗപദസനി അവിടെ വലിയ നീ, ഇവിടെ ഹാഫ് നോട്ട് നീ സമ ഗപദസനി സമ ഗരിപ, അവിടെ വലിയ ഗാതന് ഇവിടെയും ഹാഫ് നോട്ട് വലിയ ഗരിപ മാപ്പ. അപ്പൊ ഗപദസ വലിയ ഗപദസ നീ സമ വലിയ നീ സമ ഗരിപ വലിയ ഗരിപ മാപ്പ. അത് അങ്ങനെ വരും. അതിന്റെ മുകളില് വയലിന്റെ ബേസ് വയലിൻ സെല്ലോ സാനി പാമാ അങ്ങനെ വരും. സാനി വലിനി പാമാ. ഇത് വയലിൻ ഗപദസ വായിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെയാണ് സാനി പാമാ സാ, എന്നിട്ട് സാ കൂടി വരും. അപ്പൊ ഇങ്ങനെ ചെല്ല വരാ. അപ്പൊ ഗപദസനി സമഗരിപ മാപ്പ. അത് കഴിഞ്ഞിട്ട് വയലിൻ കഴിഞ്ഞിട്ട് ഫ്ലൂട്ട് സഗ നിസ പനി മപ സഗവൺ നിസവൺ പനിമൺ മപവൺ അങ്ങനെ വരും. അത് ഫ്ലൂട്ട് വരും. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ബാക്ക്ഗ്രൗണ്ട് വായിക്കാൻ ശ്രമിക്കാം. ചെറുപ്പക്കാരി
ഒന്നുകൂടി വായിക്കാം. 1 2. ഇതാണ് എൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനുപല്ലവിയിലേക്ക് പോകാം. അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ ആരും കാണാത്ത പനി പനി സാ, ആരും സാ സാ സനി കാണാത്തോ, ആരും കാണാത്തോ പനി പനി സാ 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 സനി. അന്തപുരത്തിലെ പനി പനി ഗരി സസാ സരി നിസ, പനി പനി ഗരി സസാ സരി സാ സരി നിസ. അന്തപുരത്തിലെ പനി പനി ഗരി സസാ സരി നിസ സാ സരി, സരി സ്പീഡിൽ വരും, സാ സരി നിസ. അപ്പൊ ആരും കാണാത്തൊരു അന്തപുരത്തിലെ അത്ര വായിക്കാം. ഒന്നുകൂടി. ആരാധനാമുറി തുറക്കും ഞാൻ, ആരാധനാമുറി സഗരി സരി ഗരി സഗരി സനി സഗരി സ ആരി ഗരി രാധ ആരാധ സഗരി സരി ഗരി നാമുറി സഗരി സനി നാമുറി സഗരി സനി നാമുറി ആരാധനാമുറി. തുറക്കും ഞാൻ നിദദ പദ സസാനി നിദദ പദ സസാനി നിദദ പദ സസാനി നിദദ പതുറക്കും ദസസ ദസ സരിസ സരിസ അവിടെ ടച്ച് വരും. ദസ സരിസ നീ ഞാൻ തുറക്കും ഞാൻ. അപ്പൊ ആരാധനാമുറി തുറക്കും ഞാൻ സഗരി സരി ഗരി സഗരി സനി നിദദ പദ സസാനി. അപ്പൊ ആരും കാണാതെ തുടങ്ങിയിട്ട് ഇവിടത്തോളം വായിക്കാം. ഒന്നിട്ട് വായിക്കാം. ഈറനൊടുത്തു നീ പദനി സസാസരി നീ സാനി ദദപ പദനി സസാസരി ഈറനു പദനി സസാസരി ടുത്തു നീ സരിസ നീ സരിസ നീ ദദപ നീ സരിസ നീ ദദപ ടുത്തു നീ ഈറനൊടുത്തു നീ പദനി സസാ സരി നീ സാനി ദദപ.
പൂജയ്ക്കൊരുങ്ങുമ്പോൾ പദനിസ സരി നിസ നിധ പ പൂജയ്ക്കോ പദനിസ സരി ഒരുങ്ങുമ്പോൾ നിസ നിധ പ പദനിസ സരി നിസ നിധ പ പൂജയ്ക്കൊരുങ്ങുമ്പോൾ. അപ്പോ ഈറനെടുത്ത് നീ പൂജയ്ക്കൊരുങ്ങുമ്പോൾ. ഒന്നൊരു വായിക്കാം. നീലക്കാർ വർണ്ണനായി മപദനിധ പപ നീലക്കാർ മപദനിധ പപ മപദനിധ പപ നീലക്കാർ ഗമപ മകാരിനെ വർണ്ണനായി ഗമപ മകാരിനെ ഗമപ മകാരിനെ മപദനിധ പപ മഗമപ മകാരിനെ നീലക്കാർ വർണ്ണനായി. നിൽക്കും ഞാൻ നേകരിരിസ നിൽക്കും നേകരിരിസ ഞാൻ നിൽക്കും ഞാൻ ഈറനെടുത്ത് നീ പൂജയ്ക്കൊരുങ്ങുമ്പോൾ തൊട്ട് വായിക്കാം. രണ്ട് തവണ വരും. രണ്ടാമത്തെ തവണ വരുമ്പോ നിൽക്കും ഞാൻ അവിടെ നേകരിമ മസ നേകരിമ മസ നിൽക്കും നേകരിമ മസ ഞാൻ നേകരിമ മസ നിൽക്കും ഞാൻ വരും. രണ്ടാമത്തെ തവണ അങ്ങനെ വരും. അപ്പം ആരും കാണാതെ അനുപല്ലവി ഫുള്ളായിട്ട് ഞാൻ വായിക്കാം എൻ്റെ കറക്റ്റ് ഓർഡറിൽ. അത് കഴിഞ്ഞാൽ പല്ലവി വരും. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി അത്രയും വരും. ഇതാണ് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയും ഇടയ്ക്കുള്ള പല്ലവിയും. ഇതെല്ലാവർക്കും നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിക്കണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓർഡറിൽ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഷെയർ ചെയ്ത് മറ്റുള്ള എല്ലാവരിലേക്കും എത്തിച്ച് നമ്മുടെ ഈ ക്ലാസ് വിജയിപ്പിക്കണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അടുത്ത സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.